وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമായ വിശുദ്ധ ഖുർആനിന്റെ തഫ്സീറിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂറത്തുൽ ഇസ്റാ 99 ആയത്തുകളാണ് നാം ഇതുവരെ മനസ്സിലാക്കിയത്. കഴിഞ്ഞ ആയത്തുകളിൽ കുഫാറുകൾ അവർ ഉയർത്തെഴുന്നേൽപ്പിനെ, പുനരുദ്ധാനത്തിനെ, ബഅസിനെ നിഷേധിച്ചതും അതുപോലെ തന്നെ ഇനിയൊരു ജീവിതം ഇതുപോലെ ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമോ എന്നുള്ള സംശയവുമെല്ലാം അവർ പ്രകടിപ്പിച്ചു. ആ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി 101 ആയത്തിൽ മറ്റൊരു വിഷയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിക്കുന്നത്. മൂസാ നബി അലൈഹിസ്സലാമും ഫിർഔനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ അതാണ് പറയുന്നത്. കാരണം കഴിഞ്ഞ ആയത്തുകളിൽ, കഴിഞ്ഞ വരെയുള്ള ആയത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പല ദൃഷ്ടാന്തങ്ങൾ ആവശ്യപ്പെടുകയും എന്നാൽ മാത്രമേ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിൽ നിന്ന് പുറത്താക്കാൻ, നാട് കടത്തണമെന്നുള്ള ഉദ്ദേശം അവർക്കുണ്ടായിട്ടുണ്ട്. ആ കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ ഇതിനു മുമ്പുള്ള നബിമാർക്കുണ്ടായിരുന്ന, അവർക്ക് അള്ളാഹു നൽകിയ ദൃഷ്ടാന്തങ്ങളെയും ആ നബിമാരെ അന്നുണ്ടായിരുന്ന ഭരണകൂടവും സമൂഹങ്ങളും എങ്ങനെയാണ് നേരിട്ടത് എന്നറിയിക്കാനാണ് ഈ ആയത്തുകളിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. 101 ആയത്ത്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വലഖദ് ആതൈനാ മൂസാ 9 ആയാതിൻ ബയ്യിനാത്ത്. അല്ലാഹു പറയുകയാണ്, വലഖദ് ആതൈനാ മൂസാ, നാം മൂസാ നബിക്ക് നൽകുകയുണ്ടായി 9 ആയാതിൻ ബയ്യിനാത്ത്, വ്യക്തമായിക്കൊണ്ട് 9 ദൃഷ്ടാന്തങ്ങൾ നാം നൽകുകയുണ്ടായി. വ്യക്തമായിക്കൊണ്ട് തന്നെ 9 ദൃഷ്ടാന്തങ്ങൾ നാം നൽകുകയുണ്ടായി. ഫസ്അൽ ബനി ഇസ്രായീൽ ഇദ് ജാഅഹും, അവരിലേക്ക് ഇത് വന്നപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് ബനു ഇസ്രായേലുകളോട് ചോദിച്ചു നോക്കുക. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തുള്ള ബനു ഇസ്രായേലുകളോട് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്തുണ്ടായ സംഭവത്തെ പറ്റിയിട്ട് ചോദിച്ചു നോക്കുക. ഫഖാല ലഹു ഫിർഔൻ, മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അപ്പോൾ ഫിർഔൻ പറഞ്ഞു, ഇന്നി ലഅദുന്നുക യാ മൂസ മസ്ഹൂറ, മൂസ, നീ സിഹർ ബാധിക്കപ്പെട്ടവനായിട്ടാണ് ഞാൻ നിന്നെ മനസ്സിലാക്കുന്നത് എന്ന് ഫിർഔൻ അന്ന് പറയുകയുണ്ടായി. ആരോട്? മൂസാ നബി അലൈഹി ഇസ്ലാമിനോട്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെയും ഫിർഔനിന്റെയും ചരിത്രം ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം തവണ പരാമർശിച്ചിട്ടുള്ള കാര്യമാണ്. ഖുർആനിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള ചരിത്രം ഏത് നബിയുടെയാണ്? മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെയാണ്. ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞിട്ടുള്ളത് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റേതാണ്. കാരണം അതും ആ ചരിത്രങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ, ഓരോ സൂറത്തിലും വ്യത്യസ്ത വീക്ഷണത്തിലൂടെയാണ് ഒരേ ചരിത്രം തന്നെ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. കാരണം ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുള്ള, മനസ്സിലാക്കി തരുന്ന ചരിത്രമാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ. അപ്പൊ ഇവിടെ പറയുന്ന സന്ദർഭം 9 ദൃഷ്ടാന്തങ്ങൾ മൂസാ നബി അലൈഹി ഇസ്ലാമിന് ഫിർഔനിന് മുമ്പിൽ അല്ലാഹു തആല നൽകിയെന്നാണ്. നാം ആലോചിക്കണം, ഇതിന് തൊട്ടു മുമ്പുള്ള ആയത്തുകളിൽ മക്കയിലെ മുശ്രിക്കീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്താവശ്യപ്പെട്ടു? വിശ്വസിക്കണമെങ്കിൽ ഭൂമിയിൽ നിന്ന് അരുവി ഒഴുക്കിത്തരണം, അല്ലെങ്കിൽ ആകാശത്ത് നിന്ന് കൊട്ടാരം നിനക്കുണ്ടാകണം, അങ്ങനെ പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും അത് ഇറക്കാത്ത എന്താണ്? അത് ഇറക്കിക്കഴിഞ്ഞാൽ പിന്നെ ശിക്ഷ നിർബന്ധമാവും നിഷേധിച്ചാൽ. അപ്പൊ അതുകൊണ്ട് മുമ്പുണ്ടായ ആ നബിമാർക്ക് അള്ളാഹു നൽകിയ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് അറിയിക്കുകയാണ്. അപ്പൊ മൂസാ നബി അലൈഹി ഇസ്ലാമിന് നൽകിയ 9 ദൃഷ്ടാന്തങ്ങൾ അത് ഏതൊക്കെയാണ് എന്നതിൽ പണ്ഡിതന്മാർ, മുഫസ്സിരീങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാം. എന്നാലും ഏറ്റവും ശരിയായിക്കൊണ്ട് അവർ പറയുന്ന ഈ ഏതെല്ലാമാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിന് നൽകിയിട്ടുള്ളത് എന്ന് പറയുന്നതിൽ 9 എണ്ണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ആദ്യത്തെ 2 എണ്ണം മൂസാ നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു നൽകിയ
കൈയിന്റെ പ്രകാശിക്കുന്നതും അതുപോലെ വടിയിട്ടാൽ പാമ്പാവുന്നതുമായിട്ടുള്ള ദൃഷ്ടാന്തങ്ങളാണ്. അത് ഫിറോന്റെ മുമ്പിൽ കാണിച്ചതാണ്. യഥാർത്ഥത്തിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിനുണ്ടായിരുന്ന ദൃഷ്ടാന്തങ്ങൾ ഇനി നോക്കുമ്പോൾ 9 കൂടുതലുണ്ട്, ഒരുപാടുണ്ട്. ഇപ്പൊ കടൽ പിളർന്നതുണ്ട്, അതുപോലെ തന്നെ ഫിറഔനിന്റെ ശേഷം തന്നെ കല്ല് പൊട്ടി അതിൽ നിന്ന് അരുവികൾ ഒഴുകിയതുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അല്ലാതെ 9 പുറമെ തന്നെ ഉണ്ട്. പക്ഷെ ഇവിടെ ഫിറഔന് മുമ്പിൽ കാണിക്കപ്പെട്ട 9 ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് കാണാം. അതിൽ ഒന്നാമത്തേത് ഈ വടി, മൂസാ നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു കയ്യിലുണ്ടായിരുന്ന വടി, അത് ഇട്ട സമയത്ത് എന്താകുമായിരുന്നു? പാമ്പാകുമായിരുന്നു. സൂറത്ത് ത്വാഹയിൽ അള്ളാഹു തആല പറയുന്നുണ്ട്, ആദ്യമായി നുബുവത്ത് മൂസാ നബി അലൈഹി ഇസ്ലാമിന് നൽകുന്ന സന്ദർഭത്തിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിന് ചോദിക്കുന്നുണ്ട്, വമാ തിൽക ബിയമീനിക യാ മൂസ, മൂസ എന്താണ് നിന്റെ ആ വലത്തെ കൈയിലുള്ള സാധനം എന്താ? അപ്പൊ മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഖാല ഹിയ അസായ അതവക്കഉ അലൈഹാ വഅഹുശു ബിഹാ അലാ ഗനമി വലിയ ഫീഹാ മആരിബു ഉഖ്റ. അതിന്റെ വടിയാണ്, ഞാൻ കുത്തി നടക്കാൻ ഉപയോഗിക്കുന്ന, എന്റെ ആടുകൾക്കെല്ലാം ഇല പൊഴിച്ചു കൊടുക്കാൻ, തട്ടിക്കൊടുക്കാൻ ഉപയോഗിക്കുന്ന, എനിക്ക് മറ്റു പല ഉപകാരങ്ങളുള്ള എന്റെ വടിയാണെന്ന് പറഞ്ഞു. അപ്പൊ അല്ലാഹു തആല പറഞ്ഞു, ഖാല അൽഖിഹാ യാ മൂസ, മൂസ നീ താഴേക്കിടാൻ പറഞ്ഞു. ഫഅൽഖാഹാ ഫഇദാ ഹിയ ഹയ്യത്തുൻ തസ്ആ, അത് വലിയ ഭീകരമായ രൂപത്തിലുള്ള ഒരു പാമ്പായി മാറുകയുണ്ടായി. ഇത് ഫിർഔന്റെ മുമ്പിലും സാഹിറന്മാരുടെ മുമ്പിലും സംഭവിച്ചിട്ടുണ്ട്. അതാണ് ഒരു ദൃഷ്ടാന്തം എന്ന് പറഞ്ഞത് കാണാം. മറ്റൊന്ന്, അപ്പോൾ തന്നെ അല്ലാഹു തആല പറയുന്നുണ്ട്, ഖാല ഖുദ്ഹാ വലാ തഖഫ് സനുഈദുഹാ സീറത്തുൽ ഹുലാ, അത് നീ പിടിച്ചോ, അത് പഴയ പോലെ തന്നെ ആവുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വദ്മും യദക ഇലാ ജനാഹിക് തഖ്റുജ് ബൈദാഅ മിൻ ഗൈരി സൂഇൻ ആയത്തുൻ ഉഖ്റ, നിന്റെ കൈ അത് നിന്റെ ശരീരത്തിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ, അത് പിന്നീട് പുറത്തേക്ക് എടുക്കുമ്പോൾ അത് വെളുത്ത് തിളങ്ങുന്നതായിട്ട് നിനക്ക് കാണാൻ സാധിക്കും. അത് മറ്റൊരു ദൃഷ്ടാന്തമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ 2 ദൃഷ്ടാന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇനി അതിന് പുറമേയുള്ള ദൃഷ്ടാന്തങ്ങൾ, അത് സൂറത്തുൽ അറാഫിൽ അല്ലാഹു തആല പറയുന്ന ചില ദൃഷ്ടാന്തങ്ങളുണ്ട്. സൂറത്തുൽ അറാഫിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഫിറഔനിന്റെ ആളുകൾ അന്ന് അവർക്ക് ആ കാലത്ത് അവർക്കൊരു നന്മയുണ്ടായാൽ അതൊക്കെ അവരുടെ നേട്ടമാണെന്ന് അവർ പറയാറുണ്ടായിരുന്നു. എന്നാൽ അവർക്ക് തിന്മ ബാധിച്ചാൽ അത് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെയും ഒപ്പമുള്ള മുഅ്മിനീങ്ങളുടെയും അവരുടെ ശകുനപ്പിഴയാണ് എന്നും അവർ പറയാറുണ്ടായിരുന്നു. ആ സംഭവം വിശദീകരിക്കുന്നിടത്ത് അല്ലാഹു തആല പറയുകയാണ്, വഖാലു മഹ്മാ തഅതിനാ ബിഹി മിൻ ആയത്തിൻ ലിതസ്ഹറനാ ബിഹാ ഫമാ നഹ്നു ലക ബിമുഅ്മിനീൻ, ഞങ്ങളെ സിഹ്റിൽ അകപ്പെടുത്താൻ വേണ്ടി എന്തൊരു ദൃഷ്ടാന്തം കൊണ്ടുവന്നാലും, ഞങ്ങൾ അടുത്ത് വന്നാലും ഞങ്ങൾ അത് വിശ്വസിക്കൂല എന്ന് അവർ പറയാറുണ്ടായിരുന്നു. എന്ത് ദൃഷ്ടാന്തം നീ കൊണ്ടുവന്നാലും ഞങ്ങൾ അതിൽ വിശ്വസിക്കില്ല. എന്നിട്ട് അല്ലാഹു തആല പറയാണ് എന്തൊക്കെയാണ് നൽകിയ ദൃഷ്ടാന്തങ്ങൾ. ഫഅർസൽനാ അലൈഹിം, അവരുടെ മേലെ നാം അയച്ചു. എന്തൊക്കെ അയച്ചു? അത്തൂഫാൻ. തൂഫാൻ എന്നുള്ളതിന് മൊത്തമായി ബാധിക്കുന്ന നാശനഷ്ടം, മരണം എന്നീ അർത്ഥങ്ങളെല്ലാം ഉപയോഗിക്കും. വെള്ളപ്പൊക്കം എന്നുള്ള അർത്ഥത്തിലും ഉപയോഗിക്കും. ഇവിടെ വെള്ളപ്പൊക്കം എന്നുള്ള അർത്ഥമാണ് മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുള്ളത്. വൽ ജറാദ്, ജറാദ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ വെട്ടുകിളി എന്നെല്ലാം പറയും. നമുക്ക് കഴിക്കാൻ, ചത്തു കഴിഞ്ഞാലും കഴിക്കാൻ അനുവദനീയമായിട്ടുള്ള കരയിലെ ഒരു ജീവിയാണ് വെട്ടുകിളി എന്ന് പറയുന്നത്. അത് ജറാദ് എന്ന് പറയുന്നത്. മൂന്നാമത്തേത് അൽ ഖുമ്മൽ. ഖുമ്മൽ എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു പ്രാണികൾ, അതുപോലത്തെ ജീവി എന്ന് പറയും. പേന് എന്നുള്ള അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട്. വഫാദി, തവളകൾ, തവളകളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. വദ്ദമ, രക്തം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ആയാത്തിൻ മുഫസ്സലാത്തിൻ ഫസ്തക്ബറു വകാനു ഖൗമൻ മുജ്രിമീൻ, ഇതുപോലെയുള്ള ദൃഷ്ടാന്തങ്ങൾ നാം നൽകുകയുണ്ടായി. പക്ഷെ അവർ ധിക്കരിച്ച് കിബർ കാണിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഈ 5 മറ്റു 2 7 പിന്നെ ഒരു ദാരിദ്ര്യം ബാധിക്കുന്ന, ഒരു വരൾച്ച ഉണ്ടാകുന്ന ഒരു സംഭവം ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെയുള്ള ധാരാളം വ്യത്യസ്തമായിട്ടുള്ള വേറെയും കാര്യങ്ങൾ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ വിഷയത്തിൽ വന്നിട്ടുണ്ട്. എന്താണ് ഈ പറഞ്ഞ സൂറത്തുൽ അറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ ദൃഷ്ടാന്തങ്ങളുടെ യാഥാർത്ഥ്യം എന്താണ് അതുകൊണ്ട് സംഭവിച്ചത്? അത് നമുക്ക് മനസ്സിലാകുന്നത്,
ഇബ്നു ജരീർ അത്ത്-തബരി അതുപോലെ ഖുർതുബി എന്നിവർ സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൽ നിന്ന് സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു അസറാണ്. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലമ്മാ അതാ മൂസ അലൈഹിസ്സലാം ഫിർഔൻ, മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിന്റെ അടുക്കലേക്ക് എത്തിയപ്പോൾ ഫിർഔനോട് പറഞ്ഞു, അർസിൽ മഈ ബനി ഇസ്രായീൽ, ബനു ഇസ്രായേലുകളെ എന്റെ ഒപ്പം പറഞ്ഞു വിടണം. അഥവാ നീ ഇങ്ങനെ, ഫിർഔൻ ആരാണ്? ഖിബ്തി വംശജനാണ്. അപ്പോ അവരുടെ നാടാണ് ബനു ഇസ്രായേൽ. അന്ന് ഈ ബനു ഇസ്രായേലുകാരുടെ നാടാണ് അവിടെ. അവിടെ കയറി ഭരണം നടത്തുകയാണ് ഫിർഔൻ. എന്നിട്ട് അവരെ ഉപദ്രവിക്കുകയാണ്. അപ്പൊ അവരെ വിട്ടുതരണം, അവരെ മോചിപ്പിക്കണം എന്ന് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ എന്ത് ചെയ്തില്ല? അതിന് തയ്യാറായില്ല. ഫഅർസലല്ലാഹു അലൈഹിം അത്തൂഫാൻ, അല്ലാഹു തആല അവരിലേക്ക് തൂഫാൻ അഥവാ തൂഫാനെ പറ്റി പറയുന്നു, വഹുവൽ മത്തർ, ശക്തമായ മഴ അല്ലാഹു തആല ഇറക്കി, ശക്തമായ മഴ ഇറക്കി. ഫസബ്ബ അലൈഹിം മിൻഹു ഷൈഅൻ, അവരിൽ എല്ലാറ്റിന്റെയും മേലെയും ആ മഴ പെയ്യുകയും അത് മുങ്ങിപ്പോകുന്ന അതിയായ വെള്ളപ്പൊക്കം ഉണ്ടായി. ഖാഫു വയകൂന അദാബ, അവരതൊരു ശിക്ഷയാണെന്ന് ഭയപ്പെടുന്നവരെ. ഫഖാലു ലിമൂസ, അപ്പോൾ അവർ മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഉദ്ഉ ലനാ റബ്ബക് യക്ഷിഫ് അന്നൽ മത്തർ, നീ നിങ്ങളുടെ റബ്ബിനോട് നീ ദുആ ചെയ്യണം, ഈ മഴ ഞങ്ങളിൽ നിന്ന് നീങ്ങിക്കിട്ടാൻ നീ ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. ഫനുഅ്മിന ലക്, അങ്ങനെ ചെയ്താൽ ഞങ്ങൾ നിന്നിൽ വിശ്വസിച്ചോളാം എന്ന് പറഞ്ഞു. വനുർസില മഅക ബനി ഇസ്രായീൽ, നിന്റെ ഒപ്പം ബനു ഇസ്രായേലിയരെ അയക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞു. ഫദഅ റബ്ബഹു, മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു. ആ വെള്ളപ്പൊക്കം നിന്നു, അത് മാറി. ഫലം യുഅ്മിനു, പക്ഷെ അവരെന്തായില്ല? അവര് വിശ്വസിച്ചില്ല. വലം യുർസിലു മഅഹു ബനി ഇസ്രായേൽ, അവർ ബനു ഇസ്രായേലുകളെ ഒപ്പം അയക്കുകയും ചെയ്തില്ല. അത് ഒരു സംഭവം ഉണ്ടായി. രണ്ടാമത്തെ പറയാണ്, ഫഅംബത ലഹും ഫീ തിൽക സന ഷൈഅൻ ലം യുംബിത്ഹു ഖബ്ല ദാലിക മിന അസ്സർഇ വസ്സമർ വൽകല, അങ്ങനെ ആ വർഷത്തിൽ മറ്റൊരു വർഷത്തിലും കാണാത്ത രീതിയിലുള്ള കായ്ക്കനികൾ, പിന്നെ ചെടികളും കനികളുമെല്ലാം ധാരാളമായി കൃഷി അവർക്ക് വർദ്ധിച്ചു. അപ്പോ ആ കൃഷി വർദ്ധിച്ചപ്പോ അവര് പറഞ്ഞു, ഹാദാ മാ കുന്നാ നതമന്ന, നമ്മൾ ആഗ്രഹിച്ച, നമ്മൾ കൊതിച്ച കാര്യം ഇത് തന്നെയാണെന്ന് പറഞ്ഞു. ഫഅർസലല്ലാഹു അലൈഹിം അൽ ജറാദ്, അല്ലാഹു ജറാദിനെ അയച്ചു. ജറാദ് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വെട്ടുകിളി. അത് കൃഷിയിടങ്ങളിലൊക്കെ കൂട്ടമായി വന്ന ചില ഹദീസുകളിൽ അത് അള്ളാന്റെ സൈന്യമാണെന്നെല്ലാം വന്നിട്ടുണ്ട്. ആ കൂട്ടമായി വന്ന് കൃഷികളൊക്കെ നശിപ്പിച്ച് കളയുന്ന ഒരു ജീവിയാണ്. പിന്നെ ഒരു എന്താ പറയുക, പാറ്റയെ പോലെ ഒരു ചെറിയ ജീവിയാണ്. അപ്പോ അങ്ങനെ അല്ലാഹു തആല അവർക്ക് ഈ കൃഷി വർദ്ധിച്ച സമയത്ത് ജറാദിനെ അയച്ചു. ഫസല്ലതഹു അലൽ കല ഫലമ്മാ റഅു അസറഹു ഫിൽ കല അറഫു അന്നഹു ലാ യുബ്ഖി അസ്സറ, അങ്ങനെ അവരുടെ കൃഷിയിൽ അത് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ അവർക്ക് മനസ്സിലായി, ഇതിങ്ങനെ വിട്ടുകഴിഞ്ഞാൽ ഒന്നും തന്നെ ബാക്കി ഉണ്ടാവില്ല, മൊത്തമായി നശിച്ചു കളയും. അവർ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ വന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്യണം, ഞങ്ങൾ വിശ്വസിച്ചോളാം, ഞങ്ങൾ നിന്നിലേക്ക് ബനൂ ഇസ്രായേലെ വിട്ടുതരാം എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ പിന്നീട് അടുത്തതുണ്ടായത്, അവരുടെ ശരീരത്തിൽ നിന്ന് തന്നെ ഒരു പ്രാണികൾ, പേര് എന്നുള്ള അർത്ഥത്തിൽ കുമ്പൽ ഉപയോഗിക്കും, അതല്ലാതെയുള്ള ചെറിയ ഒരു പുഴുക്കൾ പോലെയുള്ള കാര്യങ്ങൾ അവരുടെ ശരീരത്തിൽ തന്നെ പുറന്തള്ളാൻ തുടങ്ങി. അതും അവർക്ക് മനസ്സിലായി ഇത് ഒരു പ്രശ്നമാണ്. അവർ ചെന്ന് മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പറയും, നീ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം, വിശ്വസിക്കാം എല്ലാം പറയും. ദുആ ചെയ്യും, അതൊഴിവായി കിട്ടും, പക്ഷെ അവര് വിശ്വസിക്കില്ല. പിന്നീടുണ്ടായത് ഫിർഔനിന്റെയും കൂട്ടുകാരുടെ ഇടയിൽ തവളകൾ വർദ്ധിക്കാൻ തുടങ്ങി. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവരിൽ ആരെങ്കിലും സംസാരിക്കാൻ വേണ്ടി വായ തുറന്നാൽ ആ വായിൽ തവള കയറിയിരിക്കുന്ന അവസ്ഥയായി. അത്രത്തോളം തവളകളെ കൊണ്ടുള്ള ഉപദ്രവമായി. അപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അവർ ചെന്ന് ഇതേ വാക്കുകൾ പറഞ്ഞു. മൂസാ നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കും, അവരത് സ്വീകരിക്കില്ല. അവസാനമായിട്ടുണ്ടായി അവർക്ക് രക്തം, അവരുടെ വെള്ള സൗകര്യമുള്ള അരുവികളാവട്ടെ കിണറുകളാവട്ടെ എന്തെല്ലാമാണോ അതിൽ നിന്നെല്ലാം രക്തം ഉണ്ടാവാൻ തുടങ്ങി, രക്തം വരാൻ തുടങ്ങി, രക്തം കാണാൻ തുടങ്ങി. അവർ കുടിക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥയെത്തി. അങ്ങനെ അപ്പോഴും അവർ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ വന്നു, ഇതുപോലെ പറയും, പക്ഷെ അവർ വിശ്വസിക്കില്ല. അവസാനം ഫിർഔൻ ഇതെല്ലാം മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ സിഹറാണ്, ഇതൊന്നും ശരിയല്ല, ദൃഷ്ടാന്തങ്ങളല്ല, മൂസാ നബി അലൈഹി ഇസ്ലാം കാണിക്കുന്ന സിഹറാണെന്ന് പറഞ്ഞ്
മൂസാ നബി അലൈഹി ഇസ്ലാമിനെ വീണ്ടും വീണ്ടും കളവാക്കുകയാണ് അവർ ചെയ്തിരുന്നത് എന്ന് നമുക്ക് തഫ്സീറുകളിൽ ഈ ഒരു സംഭവത്തെ 9 ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് പറയുന്നത് കാണാം. അല്ലാഹു തആല സൂറത്തുൽ അഅറാഫിലെ ഈ ദൃഷ്ടാന്തങ്ങളെ പറ്റി പറഞ്ഞിട്ട് തൊട്ടടുത്ത ആയത്തിലും ഇതാണ് പറയുന്നത്. 134-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു സൂറത്തുൽ അഅറാഫിൽ വലമ്മാ വഖഅ അലൈഹിം അർരിജ്സ്, അവർക്ക് എന്തെങ്കിലും ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഞെരുക്കങ്ങൾ സംഭവിച്ചാൽ ഖാലു യാ മൂസ ദുഉ ലനാ റബ്ബക്, അവർ പറയും മൂസ നിന്റെ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ബിമാ അഹിദ ഇൻദക്, നിന്നോട് പിന്നെ ഈ ഇത് ഒഴിവാക്കി തരാൻ, അപ്പൊ ഞങ്ങൾ നീയുമായിട്ട് ഈ കരാർ ആയിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ലൈൻ കശഫ്ത അന്ന റിജ്സ്, അങ്ങനെ ആ ഞെരുക്കം ആ ബുദ്ധിമുട്ട് അവരിൽ നിന്ന് ഒഴിവായി കഴിഞ്ഞാൽ ലനുഅ്മിനന്ന ലക വലനുർസിലന്ന മഅക ബനി ഇസ്രായീൽ, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുകയും അതുപോലെ ബനൂ ഇസ്രായേലുകളെ വിട്ടുതരികയും ചെയ്യാമെന്ന് അവര് പറയാറുണ്ടായിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്തിട്ടില്ല, അവർ ഈ കാര്യം അംഗീകരിക്കുകയോ ചെയ്യുകയോ ചെയ്തിട്ടില്ല. അപ്പോ മൂസാ നബി അലൈഹി ഇസ്ലാം, ഇപ്പോ ഈ സന്ദർഭം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ദൃഷ്ടാന്തങ്ങൾ ചോദിക്കുമ്പോ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് അവർക്ക് അത് അയച്ചു കൊടുത്തിട്ട് കാര്യമില്ല, അവരത് വിശ്വസിക്കാൻ പോകുന്നില്ല. അതിനെ ഉറപ്പിക്കുന്ന കാര്യങ്ങളാണ് എന്ത്, മൂസാ നബി അലൈഹി ഇസ്ലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ ദൃഷ്ടാന്തങ്ങൾ. 9ഓളം ദൃഷ്ടാന്തങ്ങൾ ഇതിനപ്പുറത്തേക്കും ഉണ്ട്. ഇതിനപ്പുറത്തേക്ക് കടൽ പിളർന്നതും അതുപോലെ തന്നെ പാറക്കല്ലിൽ നിന്ന് വെള്ളമൊലിച്ചതും മന്നയും സെൽവയും ആകാശത്ത് നിന്ന് ഇറക്കിയതും അങ്ങനെ തുടങ്ങി ധാരാളം വീണ്ടും കിടക്കുന്നുണ്ട്. പക്ഷേ ഫിറഔന്റെ മുമ്പിൽ തന്നെ കാണിക്കപ്പെട്ട ദൃഷ്ടാന്തങ്ങൾ തന്നെ ധാരാളമാണ്. പക്ഷെ അത് വിശ്വസിക്കാൻ അവർ തയ്യാറായിട്ടില്ല. പിന്നെയാണോ ഇവർ വിശ്വസിക്കുന്നത് എന്ന ചോദ്യമാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഈ കാര്യം പറയുമ്പോൾ പറയുന്നത്. എന്നിട്ട് ഇതൊക്കെ കാണിക്കുമ്പോഴും ഫിറഔൻ പറഞ്ഞ വാക്കെന്താണ്, ഇന്നി ലഅബുന്നുക യാ മൂസ മസ്ഹൂറ, മൂസ നീ സിഹർ ചെയ്യപ്പെട്ടവനാണ് എന്നാണ് ഞാൻ നിന്നെ കുറിച്ച് മനസ്സിലാക്കുന്നത് എന്നാണ്. എല്ലാ പ്രവാചകന്മാരും കേട്ടിട്ടുള്ള വാക്കാണ് സാഹിറാണ് എന്നുള്ളത്. സാഹിറാണ് എന്നുള്ള വാക്ക് എല്ലാ പ്രവാചകന്മാരും കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ പറയുന്നു നൂഹ് നബി അലൈഹി ഇസ്ലാം മുതൽ തന്നെ എന്തുണ്ട്, സിഹർ ഉണ്ട്. പിന്നീട് പഠിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നവരുമുണ്ട്. എന്നാൽ അന്നു മുതലേ സിഹറിന്റെ രൂപങ്ങൾ ഉണ്ട് എന്ന് പണ്ഡിതന്മാർ പറയും. കാരണം അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും കേട്ടിട്ടുള്ള ഒരു വാക്കാണ് നീ സിഹർ ചെയ്യുന്നവനാണ്, എല്ലാ നബിമാരോടും പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ് അന്നത്തെ എതിർത്ത് നിൽക്കുന്നവർ, പ്രത്യേകിച്ച് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലം എന്ന് പറഞ്ഞാൽ സിഹർ അതിയായി വ്യാപകമായിട്ടൊരു കാലമായിരുന്നു ഫറോവമാരുടെ ഇടയിൽ. സാഹിറന്മാരുടെ ഒരു കൂട്ടം തന്നെ ഫറോവമാരുടെ ഒപ്പം ഉണ്ടാകുമായിരുന്നു. അത് പഠിപ്പിക്കാനും അത് പഠിക്കാനും അടുത്ത തലമുറകൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാനും പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കുമായിരുന്നു. ആ രാജാക്കന്മാർ അവരുടെ ഭരണം നടത്തിയിരുന്നതും അതുപോലെ മറ്റു പല കാര്യങ്ങളും ഈ സിഹറിന്റെ ഉപയോഗം കൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ഇന്നും അതിന്റെ അനന്തരഫലങ്ങൾ കാണാം. സിഹറുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് ഇപ്പോ അന്ന് ഫറോവമാരുടെ ഈ ശരീരങ്ങൾ പിരമിഡുകൾ പോലെ സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അന്ന് അവർ മരിക്കുമ്പോൾ സാഹിറന്മാരോട് പറയും ഇങ്ങനെ സിഹർ ചെയ്യണം, എന്റെ ശരീരം ആരും എടുക്കാതിരിക്കാനുള്ള സിഹർ ചെയ്യണം എന്ന് പറയും. അല്ലെങ്കിൽ ആരെങ്കിലും എടുത്താൽ അവർക്ക് ഉപദ്രവം ഉണ്ടാകുന്ന രീതിയിൽ സിഹർ ചെയ്യണം. സിഹർ എന്ന് പറഞ്ഞാൽ എന്താ, ജിന്നുകളുടെ സഹായം കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, പിശാചുകളുടെ സഹായം കൊണ്ട് ചെയ്യും. അപ്പൊ അങ്ങനെ ഈ രാജാക്കന്മാർ മരിച്ചു കഴിഞ്ഞാൽ, ഫറോവമാര് മരിച്ചു കഴിഞ്ഞാൽ ഈ സാഹിറന്മാർ അവർ സിഹർ ചെയ്യും. അപ്പൊ ആയിരക്കണക്കിന് വർഷം, ജിന്നുകൾക്ക് മനുഷ്യരെ പോലെയല്ല, ഒരു ജിന്നെ ചിലപ്പോൾ 1000 വർഷം ജീവിക്കും, അല്ലെങ്കിൽ അവരുടെ മക്കളുമായിട്ട് ജീവിക്കും. അപ്പൊ ഈ സിഹർ ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ ആ ശരീരത്തിന്റെ സിഹർ അതിന് കാവൽക്കാരായിട്ട് ചില ജിന്നുകൾ പിശാചുക്കൾ നിൽക്കും. അത് കാലങ്ങളായി തുടർന്നുകൊണ്ടേ വരും. അതുകൊണ്ട് തന്നെ പലരും ഈ ഫറോവമാരുടെ ഇതുപോലെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ പോകുന്ന ആളുകൾക്ക്, ആ ശരീരം എടുത്തു നോക്കുന്ന ആളുകൾക്കെല്ലാം പലതരത്തിലുള്ള രോഗങ്ങളും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം വരുന്നതിന് ഉലമാക്കൾ പറയാറുള്ള ഒരു കാര്യമാണത്. കാരണം അന്ന് അത്രയധികം അത് വ്യാപിച്ചിരുന്നു. അപ്പൊ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ഈ കാര്യങ്ങളൊക്കെ ഇതെല്ലാം സിഹറിൽ പെട്ടതാണെന്ന് ഫിറഔൻ പറയുമായിരുന്നു. പക്ഷെ യഥാർത്ഥ സാഹിറന്മാർക്ക് എന്ത് മനസ്സിലായിട്ടുണ്ട്, അത് സിഹറല്ല. കാരണം സിഹർ എന്ന് പറഞ്ഞാൽ ഒരു കൺകെട്ട് വിദ്യ പോലെയുള്ള ഒരു പൂർണ്ണതയില്ലാത്ത കാര്യമാണ്. പക്ഷെ മൂസാ നബി അലൈഹി ഇസ്ലാം കൊണ്ടുവന്ന വടിയാവട്ടെ, കൈ തിളങ്ങുന്ന ആവട്ടെ, മറ്റു പല കാര്യങ്ങളുമാകട്ടെ, അതെന്താണ്, അത് യാഥാർത്ഥ്യത്തിൽ കാരണം സിഹറോട് കൊണ്ട് സാധിക്കാത്ത ഒരു കാര്യമാണെന്ന് സാഹിറന്മാർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ പറയുകയാണ്, قال لقد علمت ما أنزل هؤلاء إلا رب السماوات والأرض
ബസായിറ വഇന്നി ലഅظنക യാ ഫിർഔൻ മസ്ബൂറാ. ഇത് താങ്കൾ സാഹിറാണെന്ന് മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞപ്പോ മൂസാ നബി അലൈഹി ഇസ്ലാം ഫിർഔനോട് പറയുന്ന മറുപടിയാണത്. ഖാല മൂസാ നബി അലൈഹി ഇസ്ലാം ഫിർഔനോട് പറയാണ്, ലഖദ് അലിംത, നിനക്ക് തീർച്ചയായിട്ടും അറിയാം, നിനക്ക് തീർച്ചയായിട്ടും അറിയാം, മാ അൻസല ഹഉലാഇ ഇല്ലാ റബ്ബുസ് സമാവാതി വൽ അർദ് ബസായിർ, നിന്റെ കണ്ണു തുറപ്പിക്കുന്ന ദൃഷ്ടാന്തമായിട്ട് ഈ കാര്യങ്ങൾ ഇറക്കിയത് ആകാശഭൂമികളുടെ റബ്ബല്ലാതെ മറ്റാരുമല്ല, ആ റബ്ബ് തന്നെയാണ് എന്ന് നിനക്ക് ദൃഢമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്നറിയാം. വഇന്നീ ലഅظنക യാ ഫിർഔൻ മസ്ബൂറ, ഫിർഔൻ, നിന്നെ കുറിച്ച് ഞാൻ വിചാരിക്കുന്നത് നീ നാശമടഞ്ഞവനാണ് എന്നാണെന്ന് മൂസാ നബി അലൈഹി സ്വലാം തിരിച്ചു പറയാം. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോ നീ സാഹിറാണ് എന്ന് പറയും. മൂസാ നബി അലൈഹി ഇസ്ലാം തിരിച്ചു പറയാണ്, നിനക്ക് മനസ്സിലായിട്ടുണ്ട് ഈ കാര്യങ്ങളൊന്നും എന്തല്ല, ഒരു ജാലവിദ്യയോ കൺകെട്ട് വിദ്യയോ ഒന്നുമല്ല, ഇതെല്ലാം ഹക്കാണെന്ന് നിനക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നീ നാശമടഞ്ഞവനായിട്ടാണ് ഞാൻ കാണുന്നത് എന്ന് മൂസാ നബി അലൈഹി ഇസ്ലാം പറയും. ഇതാണ് നിഷേധികളുടെ എല്ലാ കാലത്തുള്ള സ്വഭാവം. എല്ലാ കാലത്തുള്ള സ്വഭാവം അതാണ്. ഇപ്പൊ ഇന്ന് മുൽഹിദീങ്ങളാവട്ടെ, നിരീശ്വരവാദികളാവട്ടെ, അല്ലെങ്കിൽ വേറെ ആരുമാവട്ടെ, നിഷേധിക്കുക എന്നുള്ളത് അവർ യാതൊരു അടിസ്ഥാനവുമില്ലാതെ ചെയ്യുന്ന കാര്യമാണ്. കാരണം അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിനേക്കാൾ, അല്ലെങ്കിൽ അവർക്ക് അംഗീകരിക്കാതിരിക്കാൻ സാധിക്കില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ റുബൂബിയത്ത്, ഇപ്പൊ ഫിറഔന്റെ കാര്യം ആലോചിച്ച് നോക്കി. അന റബ്ബുക്കുമുൽ അഅല, ഞാനല്ലേ നിങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞ ആളാണ് ആര്? ഫിറഔൻ. അല്ലെങ്കിൽ പോട്ടെ, ഫിറഔൻ പറഞ്ഞ മറ്റൊരു സംഭവം, വനാദാ ഫിർഔനു ഫീ ഖൗമിഹി, തന്റെ സമൂഹത്തെയൊക്കെ വിളിച്ചിട്ട് ഫിറഔൻ പറയാണ്, ഖാല യാ ഖൗം, ഏ സമൂഹമേ, എന്റെ കൂട്ടരെ, അലൈസ ലീ മുൽക്കു മിസ്ര, എനിക്കല്ലേ ഈ മിസ്രിന്റെ അധികാരമുള്ളത്? ഇത് എന്റെ അധികാരത്തിലല്ലേ? വഹാദിയിൽ അൻഹാർ, ഈ അരുവികളും നദികളുമെല്ലാം ഒഴുകുന്നത് എന്റെ അധികാരത്തിലല്ലേ? തജ്രീ മിൻ തഹ്തി, എന്റെ കീഴിലല്ലേ ഇതെല്ലാം ഒഴുകുന്നത്? അഫലാ തുബ്സിറൂൻ, നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ, ഉറ്റ കണ്ടറിയുന്നില്ലേ എന്ന് ഫിറഔൻ ചോദിച്ചിട്ടുണ്ട്. ആ ഫിറഔനോട് മൂസാ നബി അലൈഹി ഇസ്ലാം പറയുന്നത്, എന്റെ ഉള്ളിൽ എനിക്കറിയാം, ഇതൊക്കെ എന്താണ് അള്ളാഹു ഇറക്കിയതാണെന്ന് എനിക്കറിയാം. കാരണം ഒരാൾക്കും പറയാൻ പറ്റില്ല. എങ്ങനെ പറയാ? എന്റെ അധികാരത്തിലാണ് ഈ അരുവികൾ ഒഴുകുന്നത്, എന്റെ അധികാരത്തിലാണ് ഈ നാട്. സ്വന്തം ശരീരം തന്റെ അധികാരത്തിലില്ലാത്ത ഒരാളാണ് മനുഷ്യൻ. സ്വന്തം ശരീരം തന്റെ ഇല്ലാത്ത ഒരാളാണ് മനുഷ്യൻ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ മനുഷ്യന് രോഗം വരാൻ പാടില്ല, മനുഷ്യന് അപകടം സംഭവിക്കാൻ പാടില്ല, മനുഷ്യന് ഉറങ്ങാൻ പാടില്ല, മനുഷ്യന് മലമൂത്ര വിസർജനം ഉണ്ടാകാൻ പാടില്ല. ഇതൊക്കെ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാ? നമ്മുടെ അധികാരത്തിലല്ല എന്നുള്ളതുകൊണ്ടാണ്. നമുക്കൊരു ഉറക്കം വന്നിട്ട് ഉറങ്ങിപ്പോകുമ്പോ, അല്ലെങ്കിൽ മലമൂത്ര വിസർജനം പിടിച്ചു നിർത്താൻ പറ്റാതെ പോകേണ്ടി വരുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊന്നും നിന്റെ കയ്യിലല്ല എന്നുള്ളതാണ്. മനുഷ്യന്റെ ആ ദുർബലത മനസ്സിലാക്കുക എന്നുള്ളതാണ്. അങ്ങനെ സ്വയം ബോധ്യപ്പെടുന്ന ഒരു മനുഷ്യൻ, ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വലിയ കുഫറാണത്. ഇതാണ് അയിമ്മത്തുൽ കുഫർ, കുഫറിന്റെ നേതാക്കന്മാരിൽപ്പെട്ട കാര്യമാണ് ഫിറഔൻ എന്ന് പറഞ്ഞ ആൾ. അബൂജഹലിനെ പറ്റി പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? ഈ ഉമ്മത്തിലെ ഫിറഔനാണെന്ന്. കാരണം കുഫറിൽ അങ്ങേയറ്റത്തെ കുഫർ പറഞ്ഞ ആളാണ് ഫിറഔൻ. അപ്പൊ ആ ഫിറഔനോടാണ് മൂസാ നബി അലൈഹി സ്വലാം പറയുന്നത്, എന്താണ്, നിനക്കെന്തറിയാം, ഇത് മനസ്സിലായിട്ടുണ്ട്, നിന്റെ ഉള്ളിൽ ബോധമുണ്ട്, എന്ത്, ഇതൊന്നും നിന്റെ കൈവിൽപ്പെട്ടതല്ല, ഇതൊക്കെ ഇറക്കിയത് അള്ളാഹു ആണെന്ന്, നീ നശിക്കാൻ പോകുന്ന നാശമടഞ്ഞവനാണെന്നാ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് അള്ളാഹു തആല പറയുകയാണ്, ഫഅറാദ, ആ ഫിറഔൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? അയ്യസ്തഫിസ്സഹും മിനൽ അർദ്, ഈ നാട്ടിൽ നിന്ന്, അഥവാ അവരുടെ ആ നാട്ടിൽ നിന്ന്, ആ ഈജിപ്തിൽ നിന്ന്, അവരെ മിസ്റിൽ നിന്ന് അവരെ പുറത്താക്കാൻ, ബനൂ ഇസ്രായേലുകളെ നാട് കടത്താനും പുറത്താക്കാനുമാണ് ആരുദ്ദേശിക്കുന്നത്? ഫിറഔൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അല്ലാഹു പറയാണ്, ഫഅഗ്റഖ്നാഹു വമൻ മഅഹു ജമീഅ, അവനെയും അവന്റെ ഒപ്പമുള്ളവരാരൊക്കെയാണോ അവരെ എല്ലാവരെയും നാം മുക്കിക്കളഞ്ഞു, വെള്ളത്തിൽ മുക്കി നശിപ്പിച്ചു എന്ന് അല്ലാഹു തആല പറയാ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുള്ള ഒരു സന്തോഷ വാർത്ത കൂടിയാണ്. കാരണം തൊട്ടു മുമ്പുള്ള ആയത്തുകൾ നമ്മൾ പറഞ്ഞു, മക്കയിലെ മുശ്രിക്കീങ്ങളും എന്താണ് ആഗ്രഹിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുഅ്മിനീങ്ങളെയും നാട് കടത്തണം എന്നാണ്. പക്ഷെ അങ്ങനെ നാട് കടത്താൻ ശ്രമിച്ച, അങ്ങനെ നാട് കടത്തിയ മുൻപ് കാലത്തുണ്ടായിരുന്ന ഒരു നബിയിൽ ഉണ്ടായ ചരിത്ര സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്
പറഞ്ഞു കൊടുക്കുന്നത് വഴി അല്ലാഹു തആല എന്ത് ചെയ്യുകയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദൃഢമായി നിൽക്കണം, യാതൊരു പേടിയുടെ ആവശ്യമില്ല എന്നറിയിക്കുക. എന്താണ് ഫിർഔന് സംഭവിച്ചത്? ഫിർഔനും കൂട്ടാളികൾക്കും എന്താ സംഭവിച്ചത്? ബനൂ ഇസ്രായേലുകളെ കൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം നാട് വിടാൻ തീരുമാനിച്ച് നാട് വിട്ടു പോകാൻ നിൽക്കുന്ന സന്ദർഭത്തിൽ സൈന്യവുമായി വന്ന് ഫിർഔൻ പിന്നാലെ കൂടുകയാണ്. അങ്ങനെ നാട് വിടാൻ സാധിക്കുന്ന മുന്നിൽ കടലും പിന്നിൽ ഫിർഔനും സൈന്യമായി നിൽക്കുന്ന ആ സന്ദർഭത്തിൽ പിന്നീടുണ്ടായത് നമ്മൾ കേട്ട് പരിചയമുള്ളതാണ്. അല്ലാഹു തആല പറയാണ്, വജാവസ്നാ ബിബനീ ഇസ്രായീല അൽ ബഹർ, നാം ബനൂ ഇസ്രായേലുകളെ കടൽ കടത്തി രക്ഷിച്ച് അവരെ കൊണ്ടുപോയി. ഫത്ബഅഹും ഫിർഔൻ വജുനൂദുഹു, അവരെ പിന്തുടർന്നിട്ട് ആര് വന്നിരുന്നു? ഫിർഔനും ഫിർഔനിന്റെ സൈന്യവും വന്നിരുന്നു. ബഗ്യൻ വഅദ്വ, അവര് അക്രമവുമായിട്ട് ധിക്കാരവുമായിട്ട് അവരെ പിന്നാലെ വന്നിരുന്നു. ഹത്താ ഇദാ അദ്റകഹുൽ ഗറഖ്, അങ്ങനെ ആ കടല് രണ്ട് പിളർപ്പായി പിളർന്ന് അതിലൂടെ മുഅ്മിനീങ്ങൾ രക്ഷപ്പെട്ടപ്പോൾ ഫിർഔൻ പിന്നാലെ വന്ന് കൂട്ടരും എന്തുണ്ടായി? അവിടെ മുങ്ങിച്ചാവുകയാണ് ഉണ്ടായത്. അതിൽ മുങ്ങി നശിക്കുകയാണ് ഉണ്ടായത്. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ? ആ മുങ്ങി നശിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു പറയാണ്, ഖാല, ഫിർഔൻ പറഞ്ഞു, ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ വഅന മിനൽ മുസ്ലിമീൻ. ഫിർഔൻ പറയാണ്, കുഫറിന്റെ ഏറ്റവും അങ്ങേയറ്റത്തെത്തിയ ഫിർഔൻ പറയാണ്, ആമൻതു, ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ, ഒരു ഇലാഹുമില്ലാത്ത, മറ്റൊരു പങ്കുകാരുമില്ലാത്ത, ആമനത് ബിഹി ബനൂ ഇസ്രായീൽ, ബനൂ ഇസ്രായേലുകൾ ആരിലാണോ വിശ്വസിച്ചിട്ടുള്ളത്, ഏത് ഇലാഹിലാണോ വിശ്വസിച്ചിട്ടുള്ളത്, അവനല്ലാതൊരു ഇലാഹില്ല എന്ന് ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഫിർഔൻ പറയാണ്. എന്നിട്ട് പറയാണ്, വഅന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമുകൾ പെട്ട ആളാണ്, ഞാൻ മുസ്ലിമാണ് എന്ന് ഫിർഔൻ ആ സമയത്ത് പറയാണ്. നമ്മൾ ആലോചിച്ച് നോക്കി, ഉള്ളില് ആ ബോധം ഉണ്ടായിട്ട് അറിഞ്ഞിട്ട് കുഫർ കാണിച്ച് ജീവിച്ച് മരണം മുന്നിൽ കാണുന്ന സന്ദർഭത്തിൽ, ഇനിയൊരു രക്ഷയുമില്ല എന്ന് പറയുന്ന സന്ദർഭത്തിൽ കുഫറിന്റെ നേതാവായ ഒരാള് ഞാൻ മുസ്ലിമാണ് എന്നുള്ള പറയാനുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഇന്ന് നിഷേധിക്കുന്ന ആളുകളുടെ അവസ്ഥ? അവര് മനസ്സിലാക്കും. കുഫാറുകൾ ആഗ്രഹിച്ചു പോകുന്നൊരു സമയം വരുന്ന, അവര് മുസ്ലിമീങ്ങളായിരുന്നെങ്കിൽ എന്നവർ കൊതിച്ചു പോകുന്ന ഒരു സമയം വരുമെന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അവര് ഇഷ്ടപ്പെടുന്ന ഒരു ദിവസം, ഒന്ന് മുസ്ലിം ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ദിവസം. ഇങ്ങനെ ഫിർഔൻ ഈ പറഞ്ഞ സന്ദർഭത്തിൽ അള്ളാഹു പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഇപ്പോഴാണോ അനക്ക് സമയം കിട്ടിയത്? വഖദ് അസൈത ഖബ്ൽ വകുൻത മിനൽ മുഫ്സിദീൻ, നീ ഇത്രയും കാലം ധിക്കരിച്ച് ജീവിച്ചിട്ട് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇപ്പോഴാണോ നിനക്ക് ഈ വിശ്വസിക്കാൻ സാധിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനോട് ചോദിക്കുക. നമ്മൾ ഭയങ്കര ആലോചിക്കേണ്ട ഒരു ചരിത്രമാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെയും ഫിർഔന്റെയും. കാരണം അത്ര തവണ അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം, നമ്മുടെ വിശ്വാസത്തിലും നമ്മുടെ ദീനിനും നമ്മുടെ ഈമാനിനും ഏറ്റവും ഉപകാരപ്രദമായ ധാരാളം പാഠങ്ങൾ ഓരോ സന്ദർഭത്തിലും മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജനനം മുതൽ, വളർത്തിക്കൊണ്ടുവന്നത് മുതൽ, നുബൂവത്ത് നൽകിയത് മുതൽ, ഫിർഔനിന്റെ അടുക്കൽ ചെന്നത്, അത് കഴിഞ്ഞിട്ട് ഫിർഔന് നശിച്ചത്, അത് കഴിഞ്ഞ് ബനൂ ഇസ്രായേലുകളെ കൊണ്ട് ഫലസ്തീനിലെത്തിയത്, അവിടെ വെച്ചിട്ടുണ്ടായ സംഭവങ്ങൾ, അങ്ങനെ ഓരോ കാര്യങ്ങളിലും ഓരോ പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിലുണ്ട്. അല്ലെങ്കിൽ ഖിദിർ നബിയുടെ അടുക്കൽ പോയ സൂറത്തുൽ കഹ്ഫിലെ സംഭവങ്ങൾ, ധാരാളം പാഠങ്ങൾ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അപ്പോ ഫിർഔൻ കൂട്ടരും ഉണ്ടായത് ഇങ്ങനെയാണ്. അവർ ഈ നിഷേധത്തെ കൊണ്ട് ജീവിച്ചു. അല്ലാഹു തആല അവരെ മുക്കി നശിപ്പിക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ധാരാളം വേറെയും കുറെ ആയത്തുകളിൽ അല്ലാഹു തആല ഇതെടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു സമാധാനം കൂടിയാണ് എന്ത്? ഒരറിയിപ്പ് കൂടിയാണ്. മക്ക ഫത്ഹിനെ കുറിച്ചിട്ടുള്ള ഒരറിയിപ്പ് കൂടിയാണത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്ന മക്ക മുശ്രിക്കീങ്ങൾ അവര് ദൃഷ്ടാന്തങ്ങൾ ചോദിച്ചു. അപ്പൊ അത് ഇറക്കി കൊടുക്കാതിരിക്കാനുള്ള കാരണം പറഞ്ഞു. ഇറക്കി കൊടുത്ത ഒരു സമൂഹത്തിന്റെ അവസ്ഥ പറഞ്ഞു. ആ നബിയെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ച അവിടുത്തെ ഭരണാധികാരികളുടെയും നേതാക്കന്മാരുടെയും അവസ്ഥയും പറഞ്ഞു കൊടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു എന്ത് ചെയ്യാണ്? സമാധാനിപ്പിക്കുക. നമുക്കറിയാം മക്കിയായ സൂറത്താണ്, മക്കയിൽ ഇറങ്ങിയ ആയത്തുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങുന്ന, ധാരാളം കുഴപ്പങ്ങളിൽ അകപ്പെട്ടിട്ടുള്ള, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, അഥവാ പ്രബോധനത്തിന്റെ ആദ്യഘട്ടത്തിലാണ് ഈ സൂറത്ത് ഇറങ്ങുന്നത്.
അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ധൈര്യം നൽകുന്ന, ഉറപ്പിച്ചു നിർത്തുന്ന ആയത്തുകളാണിത്. എന്നിട്ട് ഈ ഒരു സംഭവം അല്ലാഹു തആല അവസാനിപ്പിക്കുന്നത് വഖുൽനാ മിൻ ബഅദിഹി, നാം അതിനുശേഷം അഥവാ ഫിർഔനിന് ശേഷം, ഫിർഔനിന്റെ നാശത്തിന് ശേഷം നാം പറഞ്ഞു ലി ബനി ഇസ്രായീൽ, ബനു ഇസ്രായേലുകളോട് പറഞ്ഞു ഉസ്കുനുൽ അർള ഫഇദാ ജാഅ വഅദുൽ ആഖിറ ജിനാ ബികും ലഫീഫ, നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചുകൊള്ളുക. അതായത് അന്നത്തെ അതിക്രമിച്ച് ഭരണം നടത്തുന്ന ഭരണാധികാരിയായിട്ടുള്ള ഫിർഔനും കൂട്ടരും എന്തായി? അവിടെ നശിപ്പിക്കപ്പെട്ടു, അവിടെ ഇല്ലാതായി. അപ്പൊ നിങ്ങൾ ഇനി എന്ത് ചെയ്യുക? നിങ്ങൾ ജീവിച്ചു കൊള്ളുക. നിങ്ങൾക്കിതാ ഈ ഭൂമി അനന്തരമായിട്ട് നിങ്ങൾക്ക് നൽകപ്പെടുകയാണ്, നിങ്ങൾക്ക് യഥേഷ്ടം നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും എന്ന് പറയുകയാണ്. നിങ്ങൾക്കിവിടെ അധികാരം, ഈ ഭൂമിയിലെ നിങ്ങൾക്ക് വിശാലമാക്കി തരുന്ന, അധികാരം നൽകുന്ന അവസ്ഥയിൽ നിങ്ങൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിവിടെ ജീവിച്ചുകൊള്ളുക. മറ്റായത്തുകളിൽ കാണാം കദാലിക വഔറസ്നാഹാ ബനി ഇസ്രായീൽ, ബനി ഇസ്രായേലുകൾക്ക് അനന്തരമായിട്ട് നാം എന്ത് നൽകി? ആ നാടിനെ ആക്കിക്കൊടുത്തു എന്നെല്ലാം അല്ലാഹു തആല പറയുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു പറയാണ് ഫഇദാ ജാഅ വഅദുൽ ആഖിറ, എന്നാൽ അവസാനത്തെ വാഗ്ദാനം അഥവാ അന്ത്യനാൾ വന്നെത്തിക്കഴിഞ്ഞാൽ ജിനാ ബികും ലഫീഫ, നിങ്ങളെല്ലാവരെയും അള്ളാഹു നാം എന്ത് കൊണ്ടുവരും? ഒരുമിച്ച് കൂട്ടി കൊണ്ടുവരും. അഥവാ ഫിർഔനാവട്ടെ, ഫിർഔന്റെ കൂട്ടാളികളാവട്ടെ, ബനൂ ഇസ്രായേലുകളാവട്ടെ, എല്ലാവരെയും അള്ളാഹു എന്തു ചെയ്യും? അന്ത്യനാളിൽ ഒരുമിച്ച് കൊണ്ടുവരും എന്ന് ബനൂ ഇസ്രായേലുകളോട് പറയുകയാണ്. ബനൂ ഇസ്രായേലിന്റെ ചരിത്രം ഇനിയുണ്ട്. അവർക്ക് അനന്തരമായി കൊടുത്തിട്ടും അവരെന്ത് ചെയ്തില്ല? പല കാര്യങ്ങളോടും അള്ളാഹുവിനെ അനുസരിക്കാത്തതിന്റെ പേരിൽ അവർ 40 വർഷത്തോളം അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വന്ന ചരിത്രമെല്ലാം അതിന്റെ തുടർച്ചയായിട്ടുണ്ട്. പക്ഷേ ഇവിടെ അള്ളാഹു പറയാണ് ഫിർഔനെ നശിപ്പിച്ചു കൊടുത്തത് അള്ളാഹു നൽകിയ മഹത്തായ ഒരു അനുഗ്രഹമാണ് അവർക്ക്. കാരണം അത്രയും വലിയ ദുൽമാണ് ഫിർഔനെ കൊണ്ടുണ്ടായിരുന്നു. നമ്മൾ ആലോചിച്ചു, ജനിച്ച കുട്ടികൾ ആൺകുട്ടിയാണെങ്കിൽ കൊന്നുകളയാം, പെൺകുട്ടിയാണെങ്കിൽ ജീവിക്കാൻ വിടുക. അങ്ങനെ പലതരത്തിലുള്ള ഉപദ്രവങ്ങളാണ് ഫിർഔന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ഫിർഔന്റെ കുടുംബത്തിൽ ഭാര്യയായ ആസിയ ബീവി എത്രത്തോളം സഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിർഔനിന്റെ ബാക്കി പലതരത്തിലുള്ള ഉപദ്രവങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നമുക്ക് ചരിത്രത്തിൽ ഉടനീളം കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഉപദ്രവിച്ചിരുന്ന ഒരു ശത്രുവിനെ അവരുടെ കൺമുമ്പിലിട്ടിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കുക. നമ്മൾ അതിൽ വേറൊരു പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫിർഔൻ പറഞ്ഞതാണ് ഈ നദിയും ഈ കടലും ഈ നാടൊക്കെ എന്റെ അധികാരത്തിന് കീഴിലാണെന്ന് പറഞ്ഞ ഫിർഔനെ അതേ സ്ഥലത്ത്, അതേ കടലിൽ ആണ് അള്ളാഹു തആല എന്ത് ചെയ്യുന്നത്? മുക്കി കൊല്ലുന്നത്. വളരെയധികം പാഠമുള്ള, വളരെയധികം ചിന്തിക്കേണ്ട പാഠങ്ങളാണ് അതിലുള്ളത്. എന്നിട്ട് ബനൂ ഇസ്രായേലുകൾക്ക് എല്ലാവിധ അധികാരവും വിശാലതയും ആ ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി. പക്ഷേ അവര് വീണ്ടും ആ അനുസരണക്കേടും ധിക്കാരവും കാണിച്ച് അവർക്ക് വീണ്ടും പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നുള്ളതാണ്. അള്ളാഹു പറയുന്നത് فإذا جاء وعد الآخرة جئنا بكم لفيفا. ലഫീഫ എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലെയുള്ളവർ തഫ്സീർ പറഞ്ഞു ജമീഅ, അത് ഒരുമിച്ച് കൂട്ടും എന്നുള്ളതാണ്. അഥവാ ഈ ആളുകളെ എല്ലാവരെയും പരലോകത്ത് എല്ലാ ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടി കൊണ്ടുവരുന്നതാണ് എന്ന് അല്ലാഹു തആല താക്കീത് ചെയ്യുകയാണ്. അപ്പോ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ അല്ലാഹു തആല ഇവിടെ പരാമർശിക്കാനുള്ള കാരണം ഇതിനു മുമ്പുള്ള ആയത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മക്കയിലെ മുശ്രിക്കീങ്ങൾ ദൃഷ്ടാന്തങ്ങൾ ചോദിക്കുകയും അത് നൽകാതിരിക്കുകയും ചെയ്തപ്പോൾ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ അവർ ശ്രമിച്ചപ്പോൾ ദൃഷ്ടാന്തം നൽകിയിട്ടുള്ള, നാട്ടിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചിട്ടുള്ള മുൻഗാമിയായ നബിമാരിൽ എന്താണ് അള്ളാഹുവിന്റെ സുന്നത്ത് നടപ്പിലായത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അറിയിച്ചു കൊടുത്ത് അവർക്ക് മുമ്പിൽ പറയുകയും ഈ ആളുകളോട് പറയാണ്, അവിടെ ജീവിക്കുന്ന ബനൂ ഇസ്രായേലുകളോട് നിങ്ങൾ ചോദിച്ചു നോക്കി എന്താണ് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെയും ഫിർഔനിന്റെയും ചരിത്രത്തിൽ ഉണ്ടായത് എന്ന് ചോദിച്ചു നോക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് ആവശ്യപ്പെടുന്നത് കാണാം. അപ്പൊ ഇതാണ് ഈ ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്ന കാര്യം. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെയും ഫിർഔനിന്റെയും ചരിത്രവും ആ ഒരു ദൃഷ്ടാന്തവുമാണ് ഇതിൽ പരാമർശിക്കുന്നത്. അടുത്ത ആയത്തുകൾ മറ്റൊരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയം ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അപ്പം ഓർമ്മിപ്പിക്കാനുള്ളത് ഫിർഔനിന്റെ ചരിത്രം ഖുർആനിൽ, ഫിർഔനും മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രവും
ഖുർആനിൽ ധാരാളം സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് കാണാം. സൂറത്തുൽ ഖസസിൽ കാണാം, അറാഫിൽ കാണാം, അംബിയായിൽ കാണാം, അങ്ങനെ ധാരാളം ആയത്തുകൾ സൂറത്തുൽ ത്വാഹയിൽ കാണാം. അത് ഓരോന്നും നമുക്കുള്ള പാഠങ്ങളാണ്. ഓരോന്നും ഓരോ സന്ദർഭവും നമുക്കുള്ള പാഠങ്ങളാണ്. അതിലെല്ലാം ഞാൻ പറഞ്ഞല്ലോ, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജനനമാവട്ടെ, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മയാവട്ടെ, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ വിവാഹമാവട്ടെ, മൂസാ നബി അലൈഹി ഇസ്ലാമിന് പറ്റിപ്പോയ അബദ്ധങ്ങളാവട്ടെ, അങ്ങനെ പലതും നമുക്കുള്ള ജീവിതത്തിൽ ഉപകരിക്കുന്ന പാഠങ്ങളാണ്. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ ആ കാര്യങ്ങളെ നമ്മൾ പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തുകൾ മറ്റൊരു വിഷയവുമായിട്ട് ഖുർആനുമായി ബന്ധപ്പെട്ടതും ഇതിൽ വിശ്വസിക്കേണ്ടതിന്റെ പ്രാധാന്യവും അതിന്റെ ഗൗരവമെല്ലാം അറിയിക്കുന്ന ആയത്തുകളാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദർസിൽ ആ ആയത്തുകൾ നോക്കാം. അപ്പോ ഈ കേൾക്കുന്ന ആയത്തുകൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കാനും പാരായണം ചെയ്യുമ്പോൾ ആ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് പാരായണം ചെയ്യാനും നാം ശ്രമിക്കുക. അത് നമ്മുടെ ഖുർആൻ പാരായണത്തിൽ വളരെയധികം ഉപകാരപ്പെടുന്ന കാര്യമായിരിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.